നമുക്കിന്ന് അനുവദിച്ച വിഷയം ഹയർ പവറും ഗോഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങുമാണ്. ശരിക്കും പറഞ്ഞാൽ അതീതമായ ശക്തി, മറ്റൊന്ന് അവനവൻ മനസ്സിലാക്കുന്ന ദൈവം, രണ്ടും വളരെ വിലപ്പെട്ട സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ വിലപ്പെട്ട വിഷയങ്ങളാണ്, പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. പലപ്പോഴും ഇത് തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കപ്പെടാതെ പോയത് കൊണ്ടോ പലതരം തർക്കങ്ങൾക്കും അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള നമ്മൾ ആ സഞ്ചാരത്തിനൊക്കെ തടസ്സം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. എങ്കിലും അതിനൊക്കെ പൂർണ്ണമായി അത്തരം വിഷയം ഇതിനുള്ളിൽ നിന്നെടുത്ത് അവതരിപ്പിക്കാൻ പരിപൂർണമായി ആർക്കും ആവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തികച്ചും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാടും അതിലുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. എങ്കിലും പരമാവധി വിഷയത്തോട് നീതി പുലർത്താൻ ശ്രമിക്കാം. നമ്മുടെ പടികളിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ പടിയിലെത്തി നിൽക്കുമ്പോൾ ആണ് ആദ്യത്തെ വിഷയം കടന്നു വരുന്നത്. തന്നിന്റെ അതീതമായ ഒരു ശക്തിക്ക് മാത്രമേ തന്നെ സുബോധവാനാക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം. അവിടെ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പരാമർശിക്കപ്പെടുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തന്നിൽ അതീതമായൊരു ശക്തി ദൈവമാണ് എന്നെവിടെയും നിർബന്ധിക്കുന്നുമില്ല. ഓരോ വ്യക്തിയും തന്നിൽ അതീതമായൊരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാര്യമായിട്ടുള്ളൊരു മാറ്റം സംഭവിക്കുന്നത് തന്നെയാണ് ആ രണ്ടാമത്തെ തത്വം കൊണ്ട് വ്യക്തമാവും. താനാണ് ഏറ്റവും വലിയ ശക്തി, താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ, താൻ ചിന്തിക്കുന്നതൊക്കെ ഈ ഭൂമിയിൽ നടപ്പിലാക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള അഹങ്കാരത്തിൽ ഊന്നി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ശരിക്ക് തന്നിൽ അതീതമായൊരു ശക്തി ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലേക്കുള്ള യാത്ര തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ അഹങ്കാരം നശിപ്പിക്കപ്പെടുന്ന ഒരു യാത്ര തന്നെയാണ്, അല്ലെങ്കിൽ അത് തകർത്തെറിയപ്പെടുന്ന ഒരു യാത്ര തന്നെയാണ്. ഞാൻ എന്നുള്ള വാക്കിൽ നിന്ന് മാറി ഞങ്ങളെന്ന് പറയാൻ തുടങ്ങിയതുപോലെ അതിനതീതമായൊരു ശക്തിയും കൂടി ചേരുമ്പോൾ മനുഷ്യൻ എന്നുള്ള വളരെ ബലഹീനനായിട്ടുള്ള തുച്ഛമായിട്ടുള്ള ഒരു അവസ്ഥയെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റു പലരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമേ എനിക്കിന്ന് ലഭിച്ചിരിക്കുന്ന ഈ സുബോധ അവസ്ഥയും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വിശ്വാസം. ഒപ്പം തന്നെ എന്നിൽ അതീതമായ ഒരു ശക്തിയിൽ എനിക്ക് വിശ്വാസം അർപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ ശക്തിയുടെ സഹായത്താൽ മാത്രമേ എനിക്ക് ഈ സുബോധ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ എത്തുമ്പോൾ വളരെയധികം വ്യക്തമാക്കപ്പെടുന്ന ചില മറുസത്യങ്ങൾ കൂടി അവിടെയുണ്ട്. ഭൂമിയിൽ ഒരു മനുഷ്യനോ മറ്റ് ജീവജാലങ്ങൾക്കോ ഒന്നും എനിക്ക് ഇത്തരത്തിലൊരു സംരക്ഷണം നൽകാൻ സാധിക്കുന്നില്ല. സഹായിക്കാൻ സാധിക്കും, അതിനൊരു പരിധിയുണ്ട്. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അർപ്പിക്കുന്ന എന്നിൽ അതീതമായ ശക്തിയും തമ്മിലുള്ള ഏർപ്പാട് പോലെ ഇരിക്കും എന്നവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പലപ്പോഴും ഒരു അംഗത്തിന് മറ്റൊരു അംഗത്തെ സുബോധവാനാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം പാടെ തകർക്കപ്പെടുന്ന ഒരു സ്റ്റെപ്പ് തന്നെയാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഒരു മനുഷ്യനെ കൊണ്ട് അതിനാവില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് അവര്. പിന്നെ എങ്ങനെ ഒരു മെമ്പർക്കാവും? വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു പ്രക്രിയ, അതേയുടെ തത്വത്തിന്റെ ഫലമായിട്ട് രക്ഷപ്പെടാൻ ഇങ്ങനെ ഒരു മാർഗം കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാർഗമുണ്ട് എന്ന് അയാളോട് പറയുക എന്നുള്ളതാണ് ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അല്ലാതെ അയാളെ സുബോധവാനാക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാക്കാനോ ഒന്നും കഴിയില്ല എന്ന് തന്നെയാണ് ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. അത്
അയാളുടെ അതീതമായ ശക്തിയുമായിട്ടുള്ള വിശ്വാസ സമ്പർക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് വളരെയധികം വ്യക്തമാക്കിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിനുള്ളിലൊക്കെ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ചില അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളെ മാറ്റി എഴുതുക. അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളെ മാറ്റി എഴുതുക എന്നുള്ളൊരു വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഗ്രോ എന്നുള്ള തത്വം പോലെ തന്നെ നമ്മൾ ഒന്നിച്ച് തന്നെയാണ് നിലനിൽക്കുന്നതെങ്കിലും വേർപിരിഞ്ഞിട്ടുള്ള വളർച്ചകൾ തന്നെയാണ് കാണുന്നത്. എല്ലാവർക്കും ഒരേപോലെയുള്ള വളർച്ചയല്ല. എന്തുകൊണ്ടെന്നാൽ എയുടെ തത്വങ്ങൾ ഏത് രീതിയിൽ മനസ്സിലാക്കപ്പെടുന്നു, സ്വീകരിക്കപ്പെടുന്നു, നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളതിൽ നിന്നുള്ള വ്യത്യസ്തതയാണ് പലപ്പോഴും പല രീതിയിലുള്ള സുബോധാവസ്ഥകളുടെ വളർച്ചകൾ ഉണ്ടാവാനുള്ള കാര്യം. അപ്പം ഞാന് മുൻപ് കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു സുഹൃത്ത് ഷെയർ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അയാള് നിസ്സാരമായിട്ടാണ് അത് പറഞ്ഞെങ്കിലും അതിനൊരു ഒരുപിടി അർത്ഥതലങ്ങളുണ്ട് എന്ന് തോന്നി. പഴംപൊരിയാണ് അയാളെക്കാളും അതീതമായ ശക്തി എന്ന് പറഞ്ഞത് അയാള്. കാരണം നല്ല ചൂടുള്ള പഴംപൊരി കയ്യിൽ വാങ്ങിയപ്പോൾ കയ്യിൽ പിടിക്കാൻ കഴിഞ്ഞില്ല, ഭയങ്കര ചൂട്. അപ്പൊ എന്നെക്കാളും അതീതമായൊരു ശക്തിയാണത് എന്നൊക്കെയാണ് അയാൾ ഷെയർ ചെയ്തത്. പക്ഷെ അത് പലരും അതൊരു നിഷിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ അയാൾ ഇതിനെ വല്ലാതെ കുറച്ച് കണ്ടു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പിൻവാതിൽ ചർച്ചകളിലൊക്കെ ഉണ്ടായെങ്കിലും സത്യത്തിൽ അയാൾ പറഞ്ഞതിൽ തെറ്റൊന്നും കാണുന്നില്ല. ഇനി ഒരു പഴംപൊരി ആണെങ്കിൽ പോലും അത് തന്നിൽ അധികമായൊരു ശക്തിയാണ്, തന്നെ പൊള്ളലേൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഇതാണ് എന്നൊക്കെ അയാൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ചിന്തയിൽ മാറ്റം വരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ എനിക്കൊക്കെ സാധിച്ചിട്ടുള്ളത്. അല്ലാതെ ഒറ്റയടിക്ക് ആരും ഒരു ദിവ്യ പരിവേഷത്തിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസത്തിലേക്കോ എടുത്തുയർത്തപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പടിപടിയായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് പുരോഗതിയുടെ ഘടകങ്ങൾ. അപ്പൊ പടിപടിയായിട്ടുള്ള മാറ്റങ്ങളിൽ ഒരു പക്ഷേ പൂർണ്ണത കൈവരിക്കാനായില്ലെങ്കിലും പുരോഗതി കൈവരിക്കാനാവും എന്ന് തന്നെയാണ് കൂട്ടായ്മ പറയുന്നത്. അപ്പൊ നമ്മള് തന്നിൽ അതീതമായൊരു ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഈഗോ അല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരം ഒന്ന് തകർക്കാൻ ഏറ്റവും നല്ല കാര്യമാണ്. കാരണം പലപ്പോഴും മധ്യാസക്തർ കുട്ടി ദൈവങ്ങളായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നവരാണ്. അവരുടേതായിട്ടുള്ള ചിന്തകളും അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളും ഒക്കെ അവർ വേറൊരു രീതിയിൽ നെയ്തെടുത്തുകൊണ്ട് അതിലൊക്കെ രാജാക്കന്മാരായി പ്രവർത്തിക്കുക, കുട്ടി രാജാക്കന്മാരായി കളിക്കുക എന്നൊക്കെ ഉള്ള പ്രവണതകളിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ തകർത്തെറിയപ്പെടുന്ന ഒരു വിശ്വാസത്തിലേക്കാണ് രണ്ടാമത്തെ പടി നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നിൽ അതീതമായ ഒരു ശക്തിയിൽ തുടങ്ങുക എന്നുള്ളതാണ്. ദൈവത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷെ രണ്ടാം പടി കഴിഞ്ഞ് മൂന്നാം പടിയിലേക്ക് വരുമ്പോൾ ഇച്ഛയും ജീവിതവും താൻ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വരുന്നുണ്ട്. ഞാനവിടെ സ്ട്രെസ് ചെയ്ത് തന്നെയാണ് പറഞ്ഞത്, താൻ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഈ രണ്ട് വിഷയം, ഈ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ആർക്കും ഒരു പ്രത്യേകിച്ച് ഒരു ആത്മീയ സിദ്ധാന്തമൊന്നും പറഞ്ഞു കൊടുക്കണില്ല. അവനവന്റെ ഉള്ളിലുള്ള ആത്മീയതയെ കണ്ടെത്താനുള്ള ചില വഴികൾ മാത്രമേ നിർദ്ദേശിക്കൂ. പൊതുവായിട്ട് എല്ലാവർക്കും ആത്മീയമായിട്ട് ഇങ്ങനെ ജീവിക്കണം, ആത്മീയമായിട്ടുള്ള ആചാരങ്ങൾ ഇങ്ങനെ നടത്തണം, അനുഷ്ഠാനങ്ങൾ ഇങ്ങനെ നടത്തണം, അങ്ങനത്തെ യാതൊരുവിധ നിർദ്ദേശങ്ങളും ആർക്കും കൊടുക്കുന്നില്ല. അവനവന്റെ ഉള്ളിലേക്ക് കടന്ന് അവനവൻ എന്താണെന്ന് മനസ്സിലാക്കി ആത്മീയതകളിൽ എങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കും എന്നുള്ള വഴി പറഞ്ഞു കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ എയുടെ ആത്മീയത എന്ന് പറയാൻ മാത്രം അവിടെ ഒരു ആത്മീയത ഉണ്ടോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഏതാൾക്കും സ്വീകരിച്ച് അനുഷ്ഠിക്കാനുള്ള ഒരു ആത്മീയതയൊന്നും പറയുന്നില്ല. പക്ഷെ ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും ഉള്ള ഒരു ആത്മാവിനെയും ആത്മീയതയും കണ്ടെത്താനും അവിടെ എന്തൊക്കെ വേണ്ട തിരുത്തലുകൾ വരുത്താൻ സാധിക്കും എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പലപ്പോഴും തിരിച്ചാണ് പലരും മനസ്സിലാക്കുന്നത്. അതിൽ വന്നിട്ടുള്ള അപാകതകൾ ഉണ്ടാവും. അതുപോലെ തന്നെ വ്യക്തമായൊരു ദൈവം എന്നുള്ള ആശയം വരുമ്പോൾ ഒരു ദൈവത്തെയും ആർക്കും നിർദ്ദേശിക്കുന്നില്ല.
ഒരു ദൈവത്തെ നിർദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഏതോ കാലത്ത് എൻ്റെതായിട്ടുള്ളൊരു വീക്ഷണം പറയാണ്, ഏതോ കാലത്തിന് മുമ്പ് തകർന്നു തരിപ്പണമാവുമായിരുന്നു. അങ്ങനത്തെ യാതൊരു നിർദ്ദേശവും കൊടുക്കുന്നില്ല. ഒരു ദൈവത്തെയും സംഭാവന ചെയ്യണില്ല, നിർദ്ദേശിക്കുന്നില്ല, ചൂണ്ടിക്കാണിക്കുന്നില്ല. ആ ദൈവത്തിലേക്ക് എത്താനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കണില്ല, ഒന്നുമില്ല. പകരം മറ്റെന്താ ചെയ്യുന്നത്? അവനവൻ മനസ്സിലാക്കുന്ന ദൈവം എന്താണോ ആ ദൈവത്തെ മനസ്സിലാക്കുക. ആ ദൈവത്തെ മനസ്സിലാക്കി എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം കൊടുക്കുന്നുണ്ട്, ഒരു ജീവിത രീതി കൊടുക്കുന്നുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ദൈവത്തെ ആർക്കും കൊടുക്കണില്ല. പ്രത്യേകിച്ച് യാതൊരുവിധ ചടങ്ങുകളും അത്തരത്തിൽ ആചരിക്കാൻ ആരോടും യാതൊരു നിർദ്ദേശവും കൊടുക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു മതത്തെയോ ആ മതവുമായിട്ട് ബന്ധപ്പെട്ട സംസ്കാരത്തെയോ യാതൊരുവിധ ദൈവിക ബിംബങ്ങളെയോ വിശ്വാസങ്ങളെയോ ഒന്നും ആർക്കും നൽകുന്നില്ല. പകരം അവനവനുണ്ടെങ്കിൽ അവനവൻ മനസ്സിലാക്കുന്നത് ഏതാണോ അതിലേക്ക് എത്തരത്തിൽ അടുത്ത സമ്പർക്കം പുലർത്താനാവും, ആ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇങ്ങനെ ജീവിക്കാനാകും എന്നുള്ള വഴികൾ മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. മറ്റൊന്നും പറഞ്ഞു കൊടുക്കണില്ല എന്ന് തന്നെ സാരം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. പ്രാർത്ഥനകൾ അനവധിയുണ്ട്, പക്ഷേ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദൈവഹിതം എന്തെന്നറിയുവാനും അത് നടത്തിക്കൂട്ടാൻ വേണ്ട ശക്തി തരുവാനും മാത്രം പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഓൺലി എന്ന് വളരെ കൊടുത്തിട്ടുണ്ട്, മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടപ്പോൾ അത് മാറ്റിയിട്ടില്ല. മാത്രം എന്റെ ഹിതമല്ല ഇവിടെ നടപ്പിലാവുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അംഗങ്ങളെ. ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് സഞ്ചരിച്ചിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ പടികൾ പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുന്ന ഒരംഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഹിതങ്ങളൊന്നും ഈ ഭൂമിയിൽ ഇതുവരെ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെയോ ഞാൻ സ്വപ്നം കണ്ടതുപോലെയോ ഞാൻ ഡിസൈൻ ചെയ്തതുപോലെയോ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കഴിയും എന്നെന്തുറപ്പാണ്? അതുമില്ല. അപ്പൊ അവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ മാതാപിതാക്കൾ ഡിസൈൻ ചെയ്തതാണോ? എൻ്റെ മാതാപിതാക്കൾ ചിന്തിച്ചതും സ്വപ്നം കണ്ടതും പോലെ ആയിരുന്നില്ല എൻ്റെ ജീവിതം. ഒരുപക്ഷെ തികച്ചും വിപരീതമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പൊ പിന്നെ ആരുടെ ഹിതമാണ് ഇവിടെ സംഭവിക്കുന്നത്? ആരുടെ ഹിതത്തിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ള തരത്തിൽ ചിന്ത അല്ലെങ്കിൽ ഒരു അന്വേഷണം നമ്മൾ ഈ കൂട്ടായ്മയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നടത്തിയാൽ ഒരേ ഒരു ഉത്തരം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ പടിപടിയായി അതീതമായൊരു ശക്തിയിലുള്ള വിശ്വാസവും അവനവും മനസ്സിലാക്കുന്ന ദൈവം ഏതാണോ ആ ദൈവത്തിലേക്ക് ഉള്ള വിശ്വാസവും ഒക്കെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കൂട്ടിയിണക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം. എൻ്റെ ഹിതങ്ങൾ ഇവിടെ നടപ്പിലാക്കപ്പെടുന്നില്ല, എന്നെ സൃഷ്ടിച്ചവരുടെ എൻ്റെ മനുഷ്യരായിട്ടുള്ള എന്നെ സൃഷ്ടിച്ചവരുടെ ആഗ്രഹങ്ങളും നടപ്പിലാക്കപ്പെടുന്നില്ല. പിന്നെ ആരുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ ഹിതമാണ് നടപ്പിലാക്കപ്പെടുന്നത്. ഞാൻ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചിരിക്കണം എന്നുള്ളതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കപ്പെടും എന്നുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ കൃത്യമായി മൂന്നാം പടി അവിടെ ആപ്ലിക്കബിൾ ആകുന്നു എന്നാണ് എനിക്ക് പറയാം. എൻ്റെ ഇച്ഛയും എൻ്റെ ജീവിതവും ഞാൻ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കും. ഞാൻ അതിനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ അതിനെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ദൈവം നോക്കിക്കോളും. മുൻകാലത്ത് ചോദിച്ചു, അവനവന്റെ ബുദ്ധിയും അവനവന്റെ തലച്ചോറും ഒക്കെ വർക്ക് ചെയ്യിക്കണ്ടേ? തിരിച്ച് പഴമക്കാരുടെ മറുപടി വന്നു, അവനവന്റെ ബുദ്ധിയും തലച്ചോറും വർക്ക് ചെയ്തിട്ട് എവിടെ എത്തി നിൽക്കുന്നത് ഒന്ന് പരിശോധിക്കാൻ തയ്യാറായാൽ എവിടെ എത്തി നിൽക്കുന്ന? അപ്പൊ അതിനേക്കാളും വലിയൊരു സങ്കല്പം, അതിനേക്കാൾ എത്ര വലിയൊരു വിശ്വാസമൊക്കെ അല്ലേ ദൈവം. അപ്പൊ ആ ദൈവത്തിന് വിട്ടുകൊടുക്കണല്ലേ നല്ലത്. അവനവൻ തന്നെ
പണിയെടുക്കുന്നതിനേക്കാളും വളരെ ഭംഗിയായിട്ട് ആ ദൈവം സംരക്ഷിച്ചു കൊള്ളും എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്നുള്ള മറുചോദ്യമായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളെ വിശ്വാസങ്ങളും നമ്മളെ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട്, വിഷമം ഉണ്ടാവാറുണ്ട്, ദുഃഖം ഉണ്ടാവാറുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളെ ആഗ്രഹങ്ങൾ അവിടെ തടസ്സപ്പെടുന്നു, നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയില്ല. അതിൻ്റെയൊക്കെ വിഷമമായിരിക്കും, അല്ലെങ്കിൽ വിഷമമാണ്. പക്ഷേ അതിൻ്റെ ഒരു മറുവശമുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും അത് ദൈവത്തിന്റെ ആഗ്രഹങ്ങളായിരുന്നു നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ആഗ്രഹങ്ങളല്ല. ഉദാഹരണമായിട്ട് ഒരു കഥ പറയാറുണ്ട്, ചുരുക്കി പറയാം. ഇംഗ്ലണ്ടിലെ ആണെന്ന് തോന്നുന്നു, ഇവിടെ ഒരു അമ്മൂമ്മ അമ്മൂമ്മയല്ല, വയസ്സായ സ്ത്രീയാണ് അവർ ജീവിച്ചിരുന്നത്. അവര് തൊട്ടടുത്ത് ഒരു ബസ്സിൽ കയറി പോയി ഇറങ്ങുന്ന ഒരു പ്രൊവിഷൻ സ്റ്റോറിൽ ജോലി ചെയ്താ ജീവിച്ചിരുന്നത്. അവർ ഒറ്റയ്ക്കാ ജീവിക്കുക. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ളൊരു ജീവിതം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്തെടുത്താലും ദുരന്തമാണ്. ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ നിന്ന് 5-10 ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കില്ല. അവരെ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കും, രാവിലെ എണീറ്റു ഈ ദുരന്തം, ആ തകർച്ച, ഈ പ്രശ്നം, ഇങ്ങനെ ദുരന്തങ്ങളും പ്രശ്നങ്ങളും മാത്രമുള്ളൊരു ജീവിതമാണ്. പക്ഷെ ഒരു ദിവസം അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം കാല് എവിടെയോ കുത്തി മുറിഞ്ഞു. പെട്ടെന്ന് തന്നെ പനിയൊക്കെ എടുത്ത് മരുന്നൊക്കെ വെച്ച് കെട്ടി 2-3 മിനിറ്റ് അങ്ങ് പോയി. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് പോകാനുള്ള ബസ്സും അങ്ങ് പോയി. ബസ്സിൽ കയറാൻ കഴിഞ്ഞില്ല. പിന്നെ കാറൊന്നും എടുത്ത് പോകാനുള്ള ഒരു ഇതില്ലല്ലോ, അവർ ശമ്പളത്തിൽ ജീവിക്കുന്നവരാണ്. അവർ തിരിച്ചു മടങ്ങി വിഷമത്തോടു കൂടി ആ വീട്ടിന്റെ സ്റ്റെപ്പിലിരുന്നു. കാരണം ലീവ് കൂടെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ലീവൊക്കെ അവർക്ക് നേരത്തെ ആയിട്ടുണ്ട്, പൈസയും കിട്ടൂല, ശമ്പളവും കിട്ടൂല. അങ്ങനെ അവർക്ക് ഒറ്റയടിക്ക് രാവിലെ ഒരു കാലും വെച്ച് മുറിഞ്ഞോടുകൂടി 2-3 ദുരന്തങ്ങൾ എഴുതാൻ ഉണ്ടായിരുന്നു. അവര് ആ ദുരന്തങ്ങളുടെ പട്ടികയിൽ അത് എഴുതാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ അതുവഴി ബൈക്കിൽ കടന്ന ഒരാൾ ചോദിച്ചു, ഇന്നെന്താ പോയില്ലേന്ന് ചോദിച്ചു. പറഞ്ഞില്ല, കാല് വെച്ച് കുത്തി, ബസ് കിട്ടിയില്ല. ആ, നിങ്ങൾ സ്ഥിരം പോകുന്ന ആ ബസ്സാണോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ബസ്സാവാം. ഭാഗ്യം നിങ്ങളതിൽ കയറാത്ത, അത് ഇവിടുന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞപ്പം ഉള്ള പാലത്ത് നിന്ന് അത് പുഴയിലേക്ക് വീണു. ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടിട്ടില്ല, ഇവർ അന്തം വിട്ടിരിക്കുകയായിരുന്നു. അയാളത് പറഞ്ഞിട്ട് പോയി. അന്ന് അവരുടെ ജീവിതത്തിൽ ഏറ്റവും മാറ്റങ്ങൾ ഉണ്ടായ ഒരു ദിവസമായിരുന്നു. അന്ന് അവര് എഴുതിയത് നെഗറ്റീവായിട്ടുള്ള ഒരു വിശ്വാസം, ഒരു ചിന്തയല്ല. അവർ വളരെ പോസിറ്റീവായിട്ടാണ് എഴുതിയത്. ആ കാല് തട്ടി മുറിഞ്ഞില്ലായിരുന്നെങ്കിൽ അവർ ആ ബസ്സിൽ കയറും. ഈ ഒരാളും ബാക്കിയില്ലാത്തത് കൊണ്ട് അവരും ബാക്കിയാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ അതിൽ നിന്നും അവനവന്റെ ജീവൻ രക്ഷപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തിയ ഒരു ചെറിയ വേദനയും ഒരു പരിക്കിനെയും ഇത്രയും നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ള അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള സ്വയം ചോദ്യത്തിൽ നിന്നുകൊണ്ട് അവർ പിന്നീട് എഴുതി തുടങ്ങിയതെല്ലാം ഓരോ പേജിലും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും അവർക്ക് എഴുതാൻ കഴിഞ്ഞില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ദൈവത്തിന്റെ ഹിതമാണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ അതില് ദുഃഖത്തിനും സുഖത്തിനും സന്തോഷത്തിനും അതുപോലെ സങ്കടത്തിനും ഒക്കെ വേർതിരിഞ്ഞിട്ടൊരു സ്ഥാനമില്ല. അതെന്തായാലും 2 കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് താങ്ങാൻ കഴിയാത്ത മനുഷ്യനാണ്, ദുർബലനാണ് എന്നുള്ള ആ ഒരു തോന്നലും വിശ്വാസവും ഉള്ളത് കൊണ്ട് തന്നെ അത് താങ്ങാനുള്ള ശക്തിയും കൂടെ തരുവാൻ മാത്രം പ്രാർത്ഥിക്കുന്നു. വേറൊന്നുമില്ല. സന്തോഷമാവട്ടെ സങ്കടമാവട്ടെ തരാതിരിക്കേണ്ട, ഒന്നും വഴിയിൽ കളയണ്ട, തന്നോളൂ. പക്ഷെ അത് താങ്ങാനുള്ള കരുത്തും കൂടി തരിക, അത്രയേ ഉള്ളൂ. അപ്പൊ കൃത്യമായിട്ട് ഷാജി എന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, ഒരു ലോറി നിറച്ചും സമ്പത്ത്, സ്വർണവും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അയച്ച് തരാൻ പോവാണ്. ദൈവമേ, എവിടെ നിന്നാണ്? മംഗലാപുരത്തുനിന്ന് ഇപ്പം പുറപ്പെട്ടിട്ടുണ്ട് ലോറി. അയ്യോ, ലോറി നമ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് തരും, വഴി തെറ്റിപ്പോയല്ലോ, ഡ്രൈവറെ ഫോൺ നമ്പരും തന്നാല് ഞാൻ ആ കണ്ണൂർ വടകര എവിടെയെങ്കിലും വെച്ച് പിടിച്ചോളാം. കാരണം വീട്ടിൽ അയാൾ കറക്റ്റായിട്ട് എത്തും എന്നുള്ള അറിയില്ലല്ലോ, ഞാൻ അങ്ങോട്ട് വെച്ച് പിടിക്കും. എവിടെയെങ്കിലും കണ്ണൂരോ വടകര അവിടെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ലോറിയെ ഞാൻ കയറും,
കൃത്യമായിട്ട് ഒരു സ്ഥലത്തും ബ്ലോക്ക് ഇല്ലാതെ എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടെത്തിച്ച് സൂക്ഷിച്ച് സംരക്ഷിച്ച് ഇറക്കും. സമ്പത്തും സന്തോഷവും ഒക്കെ അല്ലേ. ഇതേ ദൈവം തന്നെ 1-2 വർഷം കഴിഞ്ഞിട്ട് വിളിക്കുകയാണ്, ഷാജി ഇപ്രാവശ്യം എന്താണാവോ, ഞാൻ റെഡിയാണ്. ഇപ്രാവശ്യം നിനക്ക് കുറച്ച് വിഷമവും സങ്കടവും ഒക്കെയാണ് നറുക്കിൽ വന്നിട്ടുള്ളത്. അധികമൊന്നുമില്ല, ഒരു 10 കിലോ കൊടുത്തയക്കുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, അയ്യോ ദൈവമേ ഞാൻ വീട്ടിലുണ്ടാവില്ലല്ലോ, കൊടുത്തയച്ച അത് ആര് വാങ്ങും, പിന്നെ എന്താ ചെയ്യാ, സാരില്ല, വരുന്ന വഴിക്ക് എൻ്റെ വീടിനടുത്തൊരു ജംഗ്ഷനിൽ ഷോപ്പുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്, അയാൾക്ക് ഒരു 5 കിലോ കൊടുത്തേക്ക്. പിന്നെ ഭാര്യയുടെ സഹോദരമുണ്ട്, ഞാനൊരു നല്ല ടേംസിലാണ്, അയാൾക്ക് ഒരു 3 കിലോ കൊടുത്തേക്ക്. പിന്നെ ഒരു ബാക്കി 2 കിലോ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് വീട്ടിനടുത്തുള്ള ഒരാൾക്ക് കൊടുത്തേക്ക്. ഇങ്ങനെയായിരിക്കും എൻ്റെ മറുപടി. അപ്പൊ സന്തോഷവും സുഖവും സമാധാനവും സമ്പത്തും ഒക്കെ തരുമ്പം 2 കൈയും 2 കാലും കൂടെ നീട്ടി വാങ്ങുക, അതിന് വളരെയധികം സന്തോഷിക്കുക, ദൈവത്തിന് നന്ദി പറയുക. അതേ ദൈവം തന്നെ സങ്കടവും വിഷമവും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തരുമ്പം അത് വേറെ നാട്ടുകാർക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല, ഞാൻ ഇത് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നുള്ള നിലപാടെടുക്കുക. ഈ നിലപാടിനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്നൊരു ഭാഗം തന്നെയാണിത്. അല്ലെങ്കിൽ നേരത്തെ പ്രസ്താവിച്ച വാക്കുകൾ അത് തന്നെയാണ്. ഏതായാലും സ്വീകരിക്കുക, ഉറപ്പാണ് സന്തോഷം തരുന്നൊരു പ്രവൃത്തിയായി അത് മാറും, ഒരു സംശയമില്ല. തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ധൈര്യം മനസ്സിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു വിശ്വാസത്തിലേക്ക് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ സന്തോഷവും മറ്റു കാര്യങ്ങൾ വരുമ്പം അതിഗംഭീരമായിട്ട് പൂത്തൊലയുകയും സങ്കടവും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും അതിദാരുണമായിട്ട് തകർന്നു വീഴുകയും ചെയ്യുന്ന ഒരു ശക്തി ഇല്ലാത്തൊരു മനുഷ്യനായിട്ട് ജീവിക്കേണ്ടി വരും. മറ്റത് അങ്ങനെയല്ല, ശക്തനായിട്ടൊരു മനുഷ്യനായിട്ട് ജീവിക്കേണ്ടി വരും. ശക്തി എന്ന് പറഞ്ഞാൽ പുറത്തു പോയിട്ട് ഗുസ്തി കൂടുന്നതോ മറ്റു കാര്യങ്ങളോ അല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് വളരെ ശക്തമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഒരു കാരണങ്ങൾക്കും അവനവനെ തകർത്തെറിയാൻ കഴിയില്ല എന്നുള്ള വിശ്വാസത്തിലേക്ക് നീങ്ങാൻ സാധിക്കും. അവിടെ ഭയത്തിന് സാധ്യത കുറവായി വരും, ജീവിക്കാനുള്ള ധൈര്യത്തിനുള്ള സാധ്യത വളരെയധികം കൂടുതലായി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ദൈവം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നു. ശരിക്കും പറഞ്ഞൊരു വിശ്വാസത്തിന്റെ അഭാവം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ജീവിക്കാം എന്ന് പറയുന്നുണ്ട്. അതിപ്പം ആരോ പറഞ്ഞതുപോലെ നേവിയിൽ പണ്ടാരോ പറഞ്ഞ് നേവിയിലേക്ക് ആളെടുക്കുന്ന സമയത്ത് അവിടെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, പിന്നെ ഇത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ നീന്തൽ അറിയണമെന്ന് നിർബന്ധമാണ്, റിസർവേഷനിലേക്ക് വരുന്നവർക്ക് നീന്തൽ അറിയണമെന്നില്ല. അത് കടലിൽ പോവുകയാണെങ്കിൽ റിസർവേഷനിൽ വരുന്ന ആൾക്കാർക്ക് നീന്തൽ അറിയില്ല, മരിച്ചോട്ടെ എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിശ്വാസത്തിന്റെ അഭാവം ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയും വേഗതയും വളരെയധികം കുറയുന്നു. ഇല്ല എന്നുള്ള നിലപാട് പറയുന്നില്ല, പക്ഷെ വളരെ കുറയുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ദിസ് ഈസ് ആൻ എക്സ്ട്രാ ടൈം. ഇതൊരു എക്സ്ട്രാ ടൈമാണ് തന്നിരിക്കുന്നത്, ഇനി അധിക കാലമൊന്നുമില്ല. ഈ എക്സ്ട്രാ ടൈമിലും ജീവിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ജീവിക്കുന്നത്? ഇത്രയും കാലം ലഭിച്ച സമയം മുഴുവനും കൊണ്ട് കളഞ്ഞു. വിചിത്രമായ ആശയങ്ങൾ, വിചിത്രമായ വിശ്വാസങ്ങൾ, വിചിത്രമായ ജീവിത രീതി, വിചിത്രമായ ഒരു രോഗവും ഒക്കെ വന്ന് നമ്മൾ കൊണ്ട് കളഞ്ഞു. ഇനിയും ദൈവം അനുവദിച്ച് കിട്ടിയത് എത്ര നാളുണ്ടാവും എന്നുള്ളതിന് യാതൊരു ഐഡിയ ഇല്ല. എക്സ്ട്രാ ടൈം വളരെ ചെറുതാണെന്ന് പറയാൻ കാര്യം അതാണ്. എത്ര നാളുണ്ടാവും എന്നറിയില്ല, എങ്കിലും ആ ഉണ്ടാവുന്ന നാളുകൾ ഒന്ന് ഭംഗിയായിട്ട് ജീവിക്കാൻ കിട്ടിയ അവസരം വിനിയോഗിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ ഒരു വിശ്വാസത്തിന്റെ പിൻബലം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ഏത് ദൈവമാണ്, എങ്ങനെയുള്ള ദൈവമാണ്, എങ്ങനെ ആചരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അനുഷ്ഠിക്കണം, അങ്ങനത്തെ യാതൊരുവിധ നിർദ്ദേശങ്ങളും കൊടുക്കണില്ല. നിങ്ങൾക്ക് സൗകര്യമുള്ളത് എന്തുമാവാം, നിങ്ങളെ വിശ്വാസത്തിലുള്ളത് എന്തുമാവാം. ഇനി നിങ്ങൾക്കൊരു ദൈവത്തെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു ദൈവത്തെ സൃഷ്ടിച്ച്
അതിൽ വിശ്വസിക്കാം എന്ന് വരെ. അപ്പൊ അത്തരത്തിലുള്ള യാതൊരുവിധ നിർദ്ദേശങ്ങളും എ കൊടുക്കണില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അത്തരത്തിലൊരു ജീവിതം നയിക്കപ്പെടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാൻ മനസ്സിലാക്കിയതാണ്. തികച്ചും ആത്മീയമായ ജീവിതത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ അവിടെയൊക്കെ ദൈവീകത കടന്നു കയറുന്നത് പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്. ആത്മീയതയും ദൈവീകതയും രണ്ട് തലത്തിലുള്ള രണ്ട് കാര്യങ്ങൾ തന്നെയാണ്, അതിലൊരു സംശയമില്ല. ഞാൻ നമ്മുടെ ന്യൂസിലാൻഡിൽ വന്ന ഹീദർ അമ്മൂമ്മ, നമ്മളെ AOSMന്റെ ഒക്കെ ചെയർമാനായിരുന്ന അവര് വന്നിരുന്നു. അവരുടെ നാട്ടില് ദൈവമില്ല, അവരുടെ വിശ്വാസികളല്ല അവര് ആൾക്കാർ. അവരോട് ആരോ നമ്മളെ ഒരു അടുത്ത മെമ്പർ ചോദിച്ചു, നിങ്ങൾ അവിടെ ഏത് തരത്തിലുള്ള ജീവിതം ആണ് നയിക്കുന്നത്? ഒരു മറുപടി പറഞ്ഞു, സ്പിരിച്വൽ ലൈഫ്, ആത്മീയ ജീവിതമാണ് നയിക്കുന്നത്. അവർ ദൈവവിശ്വാസിയല്ല, ദൈവത്തെക്കുറിച്ച് അവർക്ക് അവരുടെ വിഷയമല്ല അത്. അപ്പം നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർ അത്ഭുതപ്പെട്ടു പോവും, ആ ദൈവമില്ലാതെ ദൈവവിശ്വാസിയുള്ള അല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ആത്മീയ ജീവിതം നയിക്കുക? തീർച്ചയായിട്ടും നയിക്കാൻ സാധിക്കും. ആത്മീയതയും ദൈവികതയും രണ്ട് തലത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. പണ്ട് നമ്മളെ പഴമക്കാരനായ സണ്ണിച്ചാൻ പറയും, ഭൗതിക ജീവിതത്തിൽ എത്ര ഭംഗിയായിട്ട് ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്നതാണ് ആത്മീയത. അല്ലാതെ ആത്മീയതയിലേക്ക് പോയിട്ട് ആരും കാട് കയറി സന്യാസത്തിന്റെ അതിലും വലിയ കഠിനമായ കാര്യങ്ങളിലേക്ക് കടക്കാനല്ല പറയുന്നത്. അവനവന്റെ ജീവിതം സ്വസ്ഥമായി, സമാധാനമായി, സന്തോഷമായി, യാതൊരുവിധ ലഹരികൾക്കും ബന്ധമില്ലാത്തതായി ജീവിക്കുക എന്നുള്ള തലം തന്നെ. അതിലേക്ക് അവനവനെ കണ്ടെത്തുക, അവനവനെ മനസ്സിലാക്കുക, അവനവൻ എന്താണെന്ന് മനസ്സിലാക്കുക, അവനവന്റെ വിശ്വാസം എന്താണെന്ന് തിരിച്ചറിയുക, അത് നേരായ ദിശയിലാണോ എന്ന് പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഒരുപിടി അന്ധവിശ്വാസങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അകന്നുപോയ അല്ലെങ്കിൽ അകറ്റപ്പെട്ട ഒരു വിഷയമായിരുന്നത്. എല്ലാവരും ഉണ്ട്, എല്ലാവരും അതെന്നെ സന്തോഷിപ്പിക്കും എന്നൊക്കെ കരുതിയിരുന്ന വിശ്വാസങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ എല്ലാവരും എന്നെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ എനിക്ക് ജീവിതത്തിൽ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന തലങ്ങളിൽ നിന്നും അവനവന്റെ ഉള്ളിൽ നിന്ന് അവനവന് വേണ്ട സന്തോഷം ഉൽപ്പാദിപ്പിക്കപ്പെടണം, അനുഭവവേദ്യമാകണം എന്നൊക്കെ പഠിപ്പിച്ചത് ഈ തത്വങ്ങൾ തന്നെയാണ്, അതിലൊരു സംശയമില്ല. ലോകത്ത് സംഭവിക്കുന്നത് അവനവന്റെ മരണവും അവനവന്റെ ജീവിതവും, ബാക്കി ചുറ്റുമുള്ളതൊക്കെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവനവന്റെ ജീവനും അവനവന്റെ മരണവും തമ്മിൽ ഇടയിലുള്ളൊരു സമയമാണ്. ആ സമയത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ബോധം ഉണ്ടാക്കി തന്നത് ശരിക്കും പറഞ്ഞ ഈ തത്വങ്ങളാണ്. അതിലും വിശ്വസിക്കാൻ തുടങ്ങി എന്നുള്ള വാക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വിശ്വസിക്കാൻ തുടങ്ങി, വിശ്വാസത്തിലോ മുന്നോട്ട് പോകാൻ തുടങ്ങി എന്നൊക്കെയുള്ള വാക്കുകൾ കൊടുത്തിരിക്കുന്നു. ഈ മൂന്നാമത്തെ പടിയിൽ നിന്ന് 12ാമത്തെ പടിയിലേക്ക് ഒരു ഓവർ ബ്രിഡ്ജിങ് നടത്തുകയാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഞാൻ ഇനി സംസാരിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ പടിയിൽ നിന്ന് കിട്ടിയ ആത്മീയ പ്രചോദനത്തിന്റെ ഫലമായി ഈ സന്ദേശം മറ്റൊരു മധ്യാസക്തന് കൊടുക്കാൻ ഉള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ, മറ്റൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ, അവനവന്റെ സമയവും അവനവന്റെ കയ്യിലെ പണവും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ, ഒരു നേരത്തെ പറഞ്ഞൊരു മെസ്സഞ്ചർ, ഒരു വഴികാട്ടിയായിട്ടുള്ള ഇതിൽ ഏർപ്പെടുമ്പോൾ, കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ ഒരു ഉപകരണമായിട്ട് മാറും. മനസ്സിന്റെ ഉള്ളിൽ അനുഭവിക്കുന്നൊരു സന്തോഷവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട്. നമ്മൾ കാരണമായി, നമ്മൾ കൊടുത്തു എന്നല്ല, നമ്മൾ അതിനൊരു കാരണമായി ഒരാളുടെ ജീവിതം രക്ഷപ്പെടും, അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷപ്പെടും. അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മളെ ഡോക്ടർ ഗോപാലൻ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് 21 പേരുടെ ജീവിതം ഒരുപക്ഷെ വഴിമാറും, സന്തോഷത്തിലേക്കും നന്മയിലേക്കും വഴിമാറി ജീവിക്കാൻ സാധിക്കും. ഒരു കുടുംബം രക്ഷപ്പെടും എന്നാണ് പറയാം.
ഒരു ആത്മഹത്യയുടെയും അല്ലെങ്കിൽ ആക്സിഡന്റിന്റെയും ഒക്കെ പടിവാതിലെത്തി നിൽക്കുന്ന ജീവിതങ്ങളൊക്കെ ശക്തമായ തിരിച്ചുവരവൊക്കെ വന്ന് ഇന്ന് വളരെയധികം തിളക്കത്തോടു കൂടിയൊക്കെ നിൽക്കുമ്പോൾ അതിന് കാരണമായിട്ടുള്ള ആ മെസ്സേജ് കൊടുത്ത കാരണമായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ, ഒരംഗം ഉണ്ടെങ്കിൽ, അയാൾക്ക് വേറൊന്നും അവകാശപ്പെടാനില്ല, വേറൊന്നും പ്രതീക്ഷിക്കാനുമില്ല. പക്ഷെ അയാൾ ഉള്ളിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടോ, അതിന് ഞാനും ഒരു കാരണമായല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതീതമായ ഒരു ശക്തിയിലും അവനെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു ദൈവത്തിന്റെ വിശ്വാസത്തിലും ഏർപ്പെടാത്ത ഒരു അംഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ 12ാമത്തെ പടിയിലെത്തി നിൽക്കുമ്പോഴും ആ അനുഭവവേദ്യമാകുന്ന ആ അനുഭവത്തെ വളരെ സത്യസന്ധമായിട്ട് ആസ്വദിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ സന്തോഷിക്കാനും സംതൃപ്തി അടയാനും കഴിയില്ല. അത് വേറെ രീതിയിലായിരിക്കും പോവുക. മറ്റു പല സംതൃപ്തികളിലേക്കും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയായാലും ഈ രണ്ട് കാര്യങ്ങളും വളരെയധികം, നമുക്ക് ഒരു ചുരുങ്ങിയ സമയമാണ് അനുവദിച്ചിട്ടുള്ളത്, ഈ സമയത്തിനുള്ളിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്കൊരു വിശ്വാസത്തിന്റെ പിൻബലം അത്യാവശ്യം വേണ്ടതുണ്ട്. അത് അവനവൻ കണ്ടെത്തുക. അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്, യാതൊരുവിധ അടിച്ചേൽപ്പിക്കലുമില്ല. എന്റെ വിശ്വാസം ആവണം എന്ന് ഒരാളോട് ഞാൻ നിർബന്ധം പിടിക്കാൻ പാടില്ല തന്നെ. എന്റെ വിശ്വാസത്തിന്റെ പ്രചരണവും ഇതിനുള്ളിൽ അനുവദനീയമല്ല തന്നെ. എന്റെ വിശ്വാസം എന്റെ മാത്രം വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം മറ്റൊരാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അയാളുടെ വിശ്വാസം എന്താണെന്ന് അയാൾ തേടാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയയിലേക്ക് അയാളെ നയിക്കുക, അല്ലെങ്കിൽ അയാളെ സഹായിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വിശ്വാസങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് കൊടുക്കൽ പരിപാടിയില്ല. അത്തരം പരിപാടികൾ ഇതിൽ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എൻ്റെ വിശ്വാസങ്ങളുടെ, ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അതിഭാവുകത്വങ്ങൾ പ്രചരണം ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികൾക്കും ഇതിൽ സ്ഥാനമില്ല എന്ന് തന്നെ പറയാം. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ ദൈവവിശ്വാസം എന്താ. ഞാനൊരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല. എൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഒന്നും അറിയുന്നറിയില്ല. ഞാൻ ജനിച്ച കുലത്തിന്റെയോ വർഗത്തിന്റെയോ അല്ലെങ്കിൽ ആ മതത്തിന്റെയോ ഒക്കെ ബേസിൽ ചിലപ്പം ആൾക്കാർ ചിന്തിച്ചേക്കാം. പക്ഷെ അതാവണമെന്ന് നിർബന്ധമില്ല. എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു, ഞാൻ 100% ഒരു ദൈവവിശ്വാസിയാണ്. എൻ്റെ ദൈവം എന്താണെന്ന് ഞാൻ മറ്റുള്ളവരോട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. അതെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വിശ്വസിച്ചു, ഞാൻ മുന്നോട്ട് പോകും. എൻ്റെ ദൈവത്തിന് അനുചരങ്ങളെ സൃഷ്ടിക്കേണ്ട കാര്യമില്ല. എൻ്റെ ദൈവത്തിന്റെ പബ്ലിസിറ്റി കൊടുക്കാൻ എന്നെ ദൈവം അനുവദിച്ചിട്ടില്ല. നിങ്ങൾ അന്വേഷിക്കും, കിട്ടും എന്നുള്ള രീതിയിലാണ് പറയുക. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ പറയണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഒരിക്കലും അവനവന്റെ വിശ്വാസങ്ങളും അവനവന്റെ ആചാരങ്ങളും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയോ അങ്ങനെ ആവണം എന്ന് നിർബന്ധം പിടിക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടി ഏഴിലില്ല. അവനവൻ്റെതായിട്ടുള്ള മനസ്സിലാക്കലുകളിലൂടെ അവനവന്റെ വിശ്വാസത്തിലുള്ള ദൈവത്തെ കണ്ടെത്താനോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടെങ്കിൽ അതിലേക്ക് അടുപ്പം പുലർത്താനോ സഹായിക്കുന്നു എന്ന് മാത്രം. അത്രേ ചെയ്യുന്നുള്ളൂ. മാത്രമല്ല അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തെ പോലും യാതൊരുവിധ വ്യക്തതയും കൊടുക്കാതെ ഒരു വാക്കിൽ അങ്ങോട്ട് ഒതുക്കി നിർത്തി. ഇതിന് മാത്രം പ്രാർത്ഥിക്കുന്നു, വേറെ ഒന്നിനും പ്രാർത്ഥിക്കുന്നില്ല എന്നും പറഞ്ഞ് അവിടെ നിർത്തി. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എൻ്റെതായിട്ടുള്ള മനസ്സിലാക്കലുകളിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ദൈവത്തിലുള്ള വിശ്വാസമുള്ള ആളായിരുന്നാലും, ഏത് അതീതമായ ശക്തിക്ക് വിട്ടുകൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതത്തിലുള്ള ആളായിരുന്നാലും, അവനവന്റെ പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യനെ സഹായിക്കാൻ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഒരുപിടി ആൾക്കാർ മരിച്ചു, ഒരുപിടി ആൾക്കാർ ജീവിക്കുന്നതും മരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ
എന്നെ മാത്രം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു ജീവിപ്പിക്കുന്നു, വലിയ അല്ലലും അലട്ടലും ഒന്നുമില്ലാതെ എന്ന് ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ ആർക്കാണ് എന്താണ് ഉദ്ദേശം ഉണ്ടായിരുന്നതെന്ന് ചോദ്യമുള്ളൂ. ഏത് ഉദ്ദേശത്തിലാണ്? പലരും കൈവഴുതിപ്പോയി, പലരും ഭൂമിയിൽ അവശേഷിക്കുന്നില്ല. സത്യമാണ്. ആ സമയത്ത് ആരോഗ്യത്തോടു കൂടി വലിയ പ്രശ്നങ്ങളില്ലാതെ അത്യാവശ്യം ജീവിക്കാനുള്ള എല്ലാ സെറ്റപ്പിലും വലിയ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒന്നുമില്ലാതെ എന്നെ മാത്രം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തതിൽ നിലനിർത്തുന്നു എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമുണ്ട്. ദൈവത്തിന് എന്നെ കൊണ്ട് ചില പദ്ധതികളുണ്ട്, അല്ല എനിക്ക് ദൈവത്തെ കൊണ്ട് ചില പദ്ധതികളുണ്ടെന്നല്ല. സാധാരണ വലിയൊരു നീണ്ട ലിസ്റ്റല്ലേ കൊടുക്കുക, ദൈവമേ എനിക്ക് ഇത് വേണം, ദൈവമേ അത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം ഒക്കെ കൂടെ. ദൈവം എല്ലാം കൂടെ ഒരു സൂപ്പർ മാർക്കറ്റ് മാത്രം പോരാ. വേറെ എല്ലാം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അടക്കം ഗോൾഡ് അടക്കം എല്ലാം അറിഞ്ഞിരിക്കുന്ന ആളായിരിക്കണം. ഒരു പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കൊടുക്കണ്ടേ? ആ പരിപാടിയല്ല പറഞ്ഞത്. സത്യത്തിൽ ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ട്. എന്നെ ഇവിടെ ജീവനോടെ നിലനിർത്തി ഈ സന്തോഷ സൗഭാഗ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ട്, എന്നെ കൊണ്ട് ഉദ്ദേശവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദൈവത്തിന് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇന്ന് സ്റ്റിൽ സഫറിങ് ആയിട്ടുള്ള, ബുദ്ധിമുട്ടുന്ന മദ്യാസക്തരുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടാനുള്ള സഹായകരമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുക. തീർച്ചയായിട്ടും ഏത് ചാൻസ് കിട്ടിയാലും വിടണ്ട. എത്ര ദൂരം സഞ്ചരിക്കാൻ സാധിച്ചാലും പോവുക. കയ്യടിയോ മറ്റു കാര്യങ്ങളോ സ്വീകരണമോ ഒന്നും ലഭിക്കില്ല. എങ്കിലും മനസാക്ഷിക്ക് അനുസൃതമായിട്ട് സത്യസന്ധമായിട്ട് ആ പ്രക്രിയയിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടുന്നൊരു വ്യക്തിയോ അയാളുടെ കുടുംബമോ നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന മാറ്റി വെച്ചേക്കാം. ആ പ്രാർത്ഥന ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കുടുംബവും എൻ്റെ മറ്റുള്ളവരുടെ പ്രാർത്ഥനകളൊന്നും ഒരുപക്ഷെ ദൈവത്തിന് കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും അയാളുടെ പ്രാർത്ഥന തള്ളിക്കളയില്ല, അയാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തള്ളിക്കളയില്ല എന്നൊരു വിശ്വാസം. തീർച്ചയായിട്ടും നമ്മൾ ഇനിയും ജീവിച്ചിരിക്കണമെന്ന്, നമ്മൾ ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിച്ചിരിക്കണമെന്ന് രക്ഷപ്പെട്ട് കൂടെ നിൽക്കുന്ന നമ്മുടെ ഇടയിലുള്ളവർ ഒരു നിമിഷമെങ്കിലും ആഗ്രഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആഗ്രഹിക്കുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല അവസ്ഥ തന്നെയാണ്. അത് നല്ലൊരു സോബറായിട്ടുള്ളൊരു അവസ്ഥയാണ്. ദൈവത്തെ മനസ്സിലാക്കി ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതീതമായ ഒരു ശക്തിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. എല്ലാം എനിക്ക് കഴിയും ഞാൻ എന്നുള്ള എടുത്തുചാട്ടങ്ങൾക്കൊക്കെ അവസാനം വന്നിരിക്കുന്നു. ഒരു ടെൻഷനും ഇല്ല, ഉത്കണ്ഠയില്ലാതെ ജീവിക്കാൻ സാധിക്കും. ചെയ്യാനുള്ളത് എന്താണോ കഴിവിനനുസരിച്ച് അത് ചെയ്യുക. റിസൾട്ടിനെ കുറിച്ചുള്ള യാതൊരു ഉത്കണ്ഠയും വേണ്ട. അത് നമ്മളെ കയ്യിലല്ല, എന്തായിരുന്നാലും നമ്മളെ കയ്യിലല്ല. വിശ്വാസം ഉണ്ടെങ്കിൽ അത് ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കർമ്മത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, കർമ്മത്തിന് അധിപനായിട്ട് മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ വിശ്വാസത്തെ നിലനിർത്തുക എന്നുള്ള വഴികളിൽ തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ഒരു പ്രാർത്ഥനകളുടെ ഒരു കൂമ്പാരം മാത്രമല്ല, ഇത് പ്രവൃത്തിയുടെ കൂമ്പാരമാണ്. ആദ്യത്തെ പ്രാർത്ഥന പോലും പ്രവർത്തന സജ്ജമാകുന്നു എന്നാണ് പറയാം. മാറ്റാൻ പറ്റാത്തതിനെ സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരുപടി കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്, ലോകത്തുണ്ട്. അതിനെയൊക്കെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം വേസ്റ്റായി തീരും, അവസാനിക്കും. മാറ്റാൻ പറ്റാത്ത കാര്യമാണ്, മനസ്സിലായി കഴിഞ്ഞു, അതിനെ സ്വീകരിക്കുക. മാറ്റാൻ പറ്റുന്നതിനെ മാറ്റുക. മാറ്റാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെ മാറ്റണം. ഏതാണ് മാറ്റാൻ പറ്റുന്നത്, ഏതാണ് മാറ്റാൻ പറ്റാത്തത്, ഇവയെ തമ്മിൽ തിരിച്ചറിയാൻ ഉള്ള വിവേകം തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനത്തെ വാക്ക് വളരെ കറക്റ്റാണ്. ഒരു വിവേകം
ഉള്ളൊരു മനുഷ്യന് മാത്രമേ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റണമെന്നും എന്തൊക്കെ മാറ്റപ്പെടാതെ നിൽക്കുന്നതിനെ സ്വീകരിക്കണമെന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആദ്യത്തെ പ്രാർത്ഥന എന്ന് എടുത്തു കഴിഞ്ഞാൽ ഞാനൊക്കെ പറയാം അതൊരു പ്രവൃത്തിയുടെ പ്രാർത്ഥനയാണ്, പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ്. എന്റേതായിട്ടുള്ള ഒരു വീക്ഷണമാണ്. അങ്ങനെ തന്നെ പലരും അതിനെ കണക്കാക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതിനെ 10-25 പ്രാവശ്യം ഉരുവിട്ടാൽ 200 പ്രാവശ്യം നിർത്താതെ ജപിച്ചാൽ എന്ത് കിട്ടും, അത് കിട്ടും, അങ്ങനത്തെ അതൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ പ്രവൃത്തിയിൽ ആധാരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. അൾട്ടിമേറ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിന്റെ പിൻബലം, ഒരു വിശ്വാസത്തിന്റെ ശക്തി കൂടെ ഉണ്ടെങ്കിൽ ഈ ശക്തിഹീനൻ എന്നുള്ള കാര്യം അല്പം ഒന്ന് മാറിക്കിട്ടുന്നതായിട്ട് കാണാം. മനുഷ്യന്മാരിൽ അമിതമായി ആശ്രയിക്കുന്ന, മനുഷ്യന്മാരില്ലെങ്കിൽ എല്ലാം തകർന്നടിഞ്ഞു പോകുന്ന, സമ്പത്തിനെ അതികഠിനമായിട്ട് ആശ്രയിക്കുന്ന, സമ്പത്തില്ലെങ്കിൽ എല്ലാം തകർന്നടിഞ്ഞു പോകും എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ വസ്തുക്കളിൽ സമ്പത്ത്, മനുഷ്യൻ, ബന്ധങ്ങളിൽ അച്ഛനമ്മമാർ, ഭാര്യ, കുട്ടികൾ ഇവരൊക്കെ ഇല്ലാതായാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഓരോ മനുഷ്യരിലും അതികഠിനമായിട്ടുള്ള വിശ്വാസങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ എന്റെ ബലം അതൊക്കെയാണെന്ന് ചിന്തിച്ചിരുന്ന എന്നെ കൃത്യമായിട്ട് ഈ നടപടിക്രമങ്ങളിലൂടെ ദൈവത്തിന്റെ ബലത്തിലേക്കും ദൈവത്തിന്റെ വിശ്വാസത്തിലേക്കും തിരിച്ചുവിടുന്നു എന്നുള്ളതാണ്. മറ്റു ബലങ്ങളിലൊന്നും ഞാൻ ആവശ്യമില്ലാതെ തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് വിശ്വസിക്കണമെങ്കിൽ ആ മഹത്തായ ശക്തി ഏതാണ്, അതിനെ ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു, അതിനെ തിരിച്ചറിഞ്ഞ് എനിക്കിഷ്ടമുള്ള രീതിയിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഏതൊരുമുണ്ട്. ആ മഹത്തായ ശക്തിയിലേക്ക് തന്നെയാണ് തിരിച്ചുവിടുന്നത്. അത്തരത്തിലൊരു അവസ്ഥയിൽ എത്തിപ്പെട്ട ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രണ്ട് കാര്യങ്ങൾ വളരെയധികം ഉറപ്പാണെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, അയാൾക്കൊരു തിരിച്ചുപോക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇല്ല എന്ന് പറയുന്നതിനേക്കാളും ദർ ഇസ് എ റെയർ ചാൻസ് എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വിരളമാണ് എന്ന് തന്നെ പറയാം. രണ്ടാമത്, അയാൾക്ക് ലഭിക്കുന്ന ജീവിതം ഒരു ദിവസത്തെ ആയുസുള്ളതാണെങ്കിൽ ആ ഒരു ദിവസം സന്തോഷവും സമാധാനമായിട്ട് നിലനിൽക്കാൻ അയാൾക്ക് സാധിക്കും. ഒരു 24 മണിക്കൂർ മാത്രമേ അയാൾക്ക് ജീവിതം ഇനി അവശേഷിക്കുന്നുള്ളൂ എങ്കിൽ പോലും ആ 24 മണിക്കൂർ ഭംഗിയായിട്ട് ജീവിക്കാൻ അയാൾക്ക് സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആ ലിറ്ററേച്ചറിനുള്ളിൽ കാര്യമായിട്ട് കടന്നില്ല, ഞാനിത് പുറത്തു നിന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇതിന് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം, ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വിശ്വാസ പ്രമാണങ്ങളെയും ആർക്കും കൊടുക്കുന്നില്ല. ഒരു ദൈവത്തെയും ഒരംഗത്തിനും നിർദ്ദേശിക്കുന്നില്ല. ഒരു ആത്മീയതയും ആർക്കും വിതരണം ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. ആത്മീയത കാര്യത്തിൽ ഞാൻ പറഞ്ഞു, അവനവന്റെ ആത്മീയതയെ കണ്ടെത്താനും അത് പരിപോഷിപ്പിക്കാനും അത് നിലനിർത്താനുമുള്ള വഴികൾ നിർദ്ദേശിക്കുന്നുണ്ട്. അവനവൻ മനസ്സിലാക്കേണ്ട ദൈവത്തെ മനസ്സിലാക്കാനുള്ള തയ്യാറെടുപ്പുകളും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അത് നടത്തേണ്ടതുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ധരിപ്പിക്കുന്നുണ്ട്. അത് ചെയ്യേണ്ടതാണ് എന്ന് നമ്മളെ അറിയിക്കുന്നു. അതിനപ്പുറം മറ്റു കാര്യങ്ങളൊന്നും എവിടെയും ഒരംഗത്തിനോടും പറയുന്നില്ല, ഉപദേശിക്കുന്നില്ല. അതൊക്കെ തികച്ചും ഓരോ അംഗങ്ങളുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് വ്യക്തിപരമായിട്ട് ഉള്ള തീരുമാനങ്ങൾ എന്തായാലും ഏതായാലും അവർക്ക് എടുക്കാവുന്നതാണ്. അതിൽ ഒരു അഭിപ്രായമില്ല എന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പൊ അത് പിന്നെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ എൻ്റെ വിശ്വാസത്തിൻ്റെയോ എൻ്റെ ധാരണയുടെയോ ഒരു പ്രചരണത്തിനുള്ള വേദിയായിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല തന്നെ. ആ ഒരു വാക്കിൽ തന്നെ അത് പറയുന്നുണ്ട്, അവനവൻ മനസ്സിലാക്കുന്ന എന്നുള്ള വാക്കിൽ തന്നെ പറയുന്നുണ്ട്. അത് എൻ്റെ മനസ്സിലാക്കലാവണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കാൻ മറ്റു കാര്യങ്ങൾക്ക് നിൽക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയൊക്കെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. പറയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഒരു അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്.
എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്